നമസ്കാരം, കസീം ഭായിയാണ്. ചില കാഴ്ചകൾ കാണുന്നതിലേ നമ്മളങ്ങ് മണാലിയിലോ ഊട്ടിയിലോ കൊടൈക്കനാലിലോ ഒന്നും പോകണമെന്നില്ല കേട്ടോ. നമ്മുടെ അരികിൽ തന്നെ കാഴ്ചകൾ ഒരുപാടുണ്ട്. പക്ഷെ അത് കാണാനും ആസ്വദിക്കാനുള്ള ഒരു മനസ്സും കൂടി നമുക്കുണ്ടായാൽ മതി കേട്ടോ. എന്നാൽ തന്നെ ഉണ്ടല്ലോ നമുക്ക് ഈ കാഴ്ചകൾ നല്ല ഭംഗിയായിട്ട് തോന്നുവേ. സത്യം പറഞ്ഞാല് ഞാൻ കേരളം വിട്ട് ദൂരെ എവിടെ ഇതുവരെയും പോയിട്ടില്ല കേട്ടോ. ആകെ പോയത് ദുബായിലാണ്. അതൊരു 3 മാസം കഴിഞ്ഞ് ഞാൻ തിരിച്ചു പോരും ചെയ്തു. പക്ഷെ ടൂർ എന്ന് പറഞ്ഞ പേരും പറഞ്ഞുകൊണ്ട് ഊട്ടിയിലോ അല്ലെങ്കിൽ കൊടൈക്കനാലിലോ മൈസൂരോ ഒന്നും ഞാൻ പോയിട്ടില്ലേ. ഞാൻ കണ്ട ടൂറ് നമ്മുടെ എറണാകുളമോ അല്ലെങ്കിൽ നമ്മുടെ നാടോ അങ്ങനെയൊക്കെയാണ്. പക്ഷെ എനിക്ക് ഏറ്റവും ഭംഗി തോന്നുന്നത് നമ്മുടെ നാട്ടിലെ കാഴ്ചകളായിട്ട് തന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരുപക്ഷെ നിങ്ങൾ ദൂരെയൊക്കെ പോയതുകൊണ്ട് നിങ്ങൾക്ക് നല്ല നല്ല കാഴ്ചകൾ കണ്ടിട്ടുണ്ടാവും. പക്ഷെ എന്നെ പോലുള്ളവർക്ക് നമ്മുടെ നാട്ടിലെ ഭംഗി തന്നെ വളരെ ആസ്വദിക്കാനുണ്ട് കേട്ടോ. നമ്മൾ കാണുന്ന കാഴ്ചകൾ എന്ത് തന്നെയാണേലും നമ്മുടെ മനസ്സുകൊണ്ട് നമ്മൾ ആസ്വദിക്കുന്ന ഏത് രീതിയിലുള്ള എന്ന് അടിസ്ഥാനപ്പെടുത്തിയാട്ടോ. ഈ പുഴകൾ എല്ലായിടത്തും ഉണ്ട്. നമ്മുടെ നാട്ടിൽ പുഴയില്ലാട്ടാണോ? അല്ല, നമ്മൾ ഇരിട്ടിപ്പുഴയും നമ്മുടെ സ്വന്തം കക്കുവ പുഴയും നമ്മുടെ ആറളം പുഴയും എന്തോരം പുഴകളുണ്ട് നമ്മളിതിൽ ഒഴുകുന്നത്. പക്ഷെ അതുപോലെ തന്നെയാണ് മറ്റൊരു പുഴ ഇതും. പക്ഷെ ഈ പുഴ കണ്ടപ്പോഴും എന്താണെന്നറിയില്ല, എനിക്കൊരു പ്രത്യേക ഭംഗിയായിട്ട് തോന്നി. ഞാൻ കുറേ നേരം നോക്കിയിരുന്നു കേട്ടോ. ഇത് സ്ഥലം എവിടെയാന്നല്ലേ? ഇത് ആലക്കോടിന് നിന്നും ഒരു 4-5 കിലോമീറ്റർ മാറിയുള്ള കാർത്തികപുരം എന്ന് പറയുന്ന ഒരു കൊച്ചു ഗ്രാമം കേട്ടോ. അപ്പൊ അവിടെ ഇന്നലെ ഞാൻ എൻ്റെ സുഹൃത്തിൻ്റെ അടുത്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പം അവിടെ ടൗണിനോട് ചേർന്ന് കാണുന്ന ഒരു കൊച്ചു സുന്ദരിയായ പുഴയാട്ടോ. അതിന്റെ ഭംഗി രാത്രിയിലും പകലും ഒരുപോലെ ആസ്വദിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് കേട്ടോ സത്യം. അപ്പൊ ഇതിങ്ങനെ കണ്ടപ്പോ ഞാൻ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഓർത്തുപോയി. നമ്മൾ ആസ്വദിക്കാൻ വേണ്ടിയിട്ട് എന്തോരം കാശ് കൊടുത്ത് ഓരോ പോണത്. പക്ഷെ നമ്മുടെ അരികിൽ തന്നെ എന്തോരം കാഴ്ചകളുണ്ടല്ലേ. അതങ്ങനെ തന്നെയല്ലേ. മുറ്റത്തെ മുല്ലയ്ക്ക് അല്ലേലും ഇച്ചിരി മണം കുറവല്ലേ. നമ്മുടെ നാട് കാണാൻ എന്തോരം വിദേശികളല്ലേ നമ്മുടെ നാട്ടിലോട്ട് വരുന്നേ. അപ്പൊ നമ്മൾ അവരെ കാണാൻ വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് പോവുകയാണ്. ദൈവത്തിന്റെ സ്വന്തം നാട് നമ്മുടെ കൊച്ചു കേരളം. പുതിയ വീഡിയോയിൽ കാണാം.